അപ്പോൾ ഈ മീൻ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുന്നവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയോൺ എക്സോട്ടിക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു വിട്ട് നമ്മുടെ കുളം വറ്റിക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. നമ്മൾ വറ്റിക്കാനുള്ള മോട്ടറും എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ വെള്ളം കുറയുന്ന കാരണം നമ്മുടെ ഒരു പാക്കു ചത്തില്ല എന്നെങ്കിലും അവശനായിട്ടുള്ള ഒരു വീഡിയോ. അപ്പം ഭയങ്കര ഒത്തിരി സിലോപ്പി ഇതിനകത്ത് ബ്രീഡായിട്ടുണ്ട്. അപ്പം അതുമല്ലാതെ കുറേ വെറൈറ്റി ഫിഷസ് കിടപ്പുണ്ട്. ഒരു 25-30 വെറൈറ്റി ഫിഷസ് അതിനകത്ത് കിടപ്പുണ്ട്. അതുകൂടാതെ ഈ ചെറിയ സിലോപ്പികൾ അതിനകത്ത് വലുതായി ബ്രീഡായി. ഇപ്പോൾ അതിനകത്ത് വെള്ളം കുറഞ്ഞ കാരണം അതിനകത്ത് ഇപ്പോൾ എയറും ഇല്ല. അത് കാരണം അതിനെ വറ്റിച്ചിട്ട് വലിയ മീനുകളെല്ലാം നമ്മൾ വലിയ മോൺസ്റ്റർ പോണ്ടിലോട്ട് മാറ്റാൻ പോവുക. അപ്പോൾ നമുക്ക് ബാക്കി കുളത്തിലെത്തിയിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ സെക്കൻഡറി പോണ്ട്. എന്നിട്ട് ഇവിടം വരെ വെള്ളം നിന്ന് വരുന്നുണ്ടോ? ഇപ്പം അതുകൊണ്ട് വെള്ളം നല്ലതായിട്ട് കുറഞ്ഞ് താഴെ വരെയായി. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിന് വെറൈറ്റി മീനുകൾ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, 20-25 മണ്ടയ്ക്ക് വെറൈറ്റി മീനുകൾ കിടപ്പുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിലോപ്പിയ കുറേ എണ്ണം അപ്പുറത്തെ കുളത്തിൽ നിന്ന് വെള്ളം മുങ്ങിയപ്പോൾ അതിനകത്ത് കയറി വന്നായിരുന്നു. അതിനകത്ത് കിടന്ന് ബ്രീഡായി കുഞ്ഞുങ്ങൾ ഇഷ്ടത്തിനായി സിലോപ്പിയുടെ. അത് കാരണം ഇപ്പോൾ വെള്ളം കുറഞ്ഞപ്പോൾ ഏറെ കിട്ടാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുമായി. അപ്പോൾ നമ്മൾ നാളെ ഇത് വറ്റിക്കാനുള്ള ഒരു ഇതിലാണ്. നമ്മുടെ മോട്ടറുമായിട്ട് നമുക്ക് താഴോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ മീനുകളെ. അപ്പോൾ ഒരു ഏകദേശം ഒരു 20-25 വെറൈറ്റി മണ്ടയ്ക്ക് മീനുകൾ ഇതിനകത്തുണ്ട്. നമ്മളിങ്ങനെ ചെറിയ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് നമ്മൾ ഇട്ട് വലുതാക്കിയിട്ട് നമ്മുടെ മെയിൻ ബോണ്ടിലോട്ട് മാറ്റുക. അതാണ് നമ്മുടെ പരിപാടി. അപ്പം മോൺസ്റ്റർ ഫിഷ് തന്നെ ഇഷ്ടത്തിലുണ്ട്. ഞാനും നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ഏതൊക്കെ മീനിനകത്തുണ്ടെന്ന് എനിക്ക് തന്നെ ഇച്ചിരി അറിയില്ല. കാരണം നമ്മുടെ ഷവൽനോസിനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ അതിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം കുളം വറ്റിക്കുമ്പം അതെല്ലാം അതിനകത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അത് കാരണം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങളെ കൂട്ട് തന്നെ. ഗൈസ്, നമ്മൾ ആദ്യം കൊണ്ടുവന്ന പമ്പപ്പം വർക്കായിരിക്കുമായിരുന്നു. നമ്മളപ്പോൾ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വർക്കാകുമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളപ്പം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് തുടങ്ങിയ പണിയായിരുന്നു. നമ്മൾ ആദ്യത്തെ പമ്പ് വർക്കാകാത്ത കാരണം നമ്മൾ കുറേ അത് ശരിയാക്കാൻ നോക്കി. പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരാണ്. അവരെല്ലാവരും വന്ന് ഒത്തിരി സഹായിച്ചു. പക്ഷേ എന്നിട്ടും ഒന്നും റെഡിയായില്ല. അത് കാരണം നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം 9 മണിയൊക്കെ ആയി. നമ്മൾ പിന്നെ പോയി അടുത്ത മോട്ടർ കൊണ്ടുവന്നു. ഇതിനെക്കാട്ടിലും വലുതായിരുന്നു. അങ്ങനെ നമ്മൾ പാതി വെള്ളം വറ്റിച്ചു. പക്ഷേ നമ്മുടെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മുടെ മോട്ടർ കേടായി. അവിടുത്തെ എയറൊക്കെ ലീക്കുണ്ടായിരുന്നു. അങ്ങനെ പാതി വെള്ളം വറ്റിച്ചു. അങ്ങനെ പാതി വെള്ളം എന്തായാലും വറ്റിയില്ല. അപ്പം മീനുകളൊക്കെ പിന്നെയും വറ്റിക്കാതിരിക്കാനും പറ്റത്തില്ല. കാരണം മീനിനൊക്കെ അത് വിഷയമാകും, എയർ കിട്ടാതെ. അങ്ങനെ നമ്മൾ പിന്നെ അത് പണിഞ്ഞ് ഒരു തരത്തിൽ നമ്മൾ പിന്നെ വർക്ക് ആക്കിപ്പിച്ചു. അപ്പോഴത്തേന് സമയം 1 മണിയൊക്കെ ആയി. പിന്നെ നല്ല വെയിലായിരുന്നു.
അത് കാരണം മീനൊക്കെ എളുപ്പം കാണിക്കാത്ത സമയമൊന്നുമില്ല. നമ്മൾ അടുത്ത കുളത്തിലോട്ട് പെട്ടെന്ന് അങ്ങ് മാറ്റുമായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ വിചാരിച്ചതിലും അങ്ങ് താമസിച്ചു പോയി പറ്റി വരാൻ വേണ്ടി. അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ പറ്റിയായിരുന്നു. എങ്കിലും നമ്മൾ മാക്സിമം വീഡിയോ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം മാറ്റേണ്ട മീനെ ആദ്യത്തെ മീനെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് കരിമീൻ 1 വർഷമായിട്ട് ഇതിനകത്ത് ഇട്ടിരുന്ന തീറ്റി ബാക്കിയുള്ളത് കൊടുക്കാഞ്ഞിട്ട് ഞാൻ ഇത്ര വളർന്നിട്ടുള്ളൂ. കണ്ടില്ലേ കരിമീൻ. നമ്മുടെ ആൽബിനോ ഷാർക്കാണ്. കണ്ടോ, 1.5 വർഷം കൊണ്ട് ഇത്രയും വലുതായി. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ മീനാണിത്. ഇപ്പം ഞാൻ കൊണ്ട് വിടാം. കാണോ എന്തോ ചത്തോ? അവിടെ വല്ല കൊട്ട വല്ല വെക്കണം. എല്ലാവരും ഈ വന്ന ഭയങ്കര രണ്ടാമത്തെ ആൽബിനോ ഷാർക്കാണ്. കണ്ടില്ലേ, ഭയങ്കര 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 വെഗിളിയാ. ഇട്ടേക്കാം. തിരിച്ചു പോടാ, നീ എങ്ങോട്ടാ കയറുന്നേ? കയ്യിലോട്ട് കൊണ്ണം കയറി അതിൻ്റെ മുള്ള്. നമ്മുടെ സിൽവർ ഷാർക്കാണ്. കണ്ടില്ലേ, കണ്ടോ? ഓടാ പോ 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 പോ. ഗൈസ്, ഇത് നമ്മുടെ പിങ്ക് ഗൗരാമിയാണ്. കാണിക്കാൻ സമയം കിട്ടുന്നില്ല. കണ്ടില്ലേ, ഇച്ചിരി സൈസൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പാക്കു, ആൽബിനോ പാക്കു ആണോ? നമ്മുടെ കുളത്തിൽ ആദ്യം ഒന്നും ചത്തില്ലായിരുന്നോ, ഒരു റെഡ് പാക്കു. അതിൻ്റെ തന്നെ ആൽബിനോ ആണേ.
വാ വാ വാ. ഗൈസ് നമ്മുടെ രണ്ടാമത്തെ പാക്ക് കേട്ടോ. ഗൈസ് നമ്മുടെ ആൽബിനോ ബാർബ കണ്ടോ. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗീവ് അവേ ആണ്. ഈ ഫിഷിൻ്റെ നെയിം കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുന്നവർക്ക് നമ്മളൊരു വാഹ്യ സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ പേരെന്തോന്ന് പറഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ മതി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഗീവ് ഒക്കെ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷേ നമ്മുടെ സാഹചര്യം അതിന് പറ്റിയില്ല. അപ്പം അടുത്ത പ്രാവശ്യം ഫ്ലംബറ്റ് ഗീവത്തിന് നമ്മൾ വലിയൊരു ഗീവ് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇതായിരിക്കും. ഈ മീനിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇവിടെ തീരുകയാണ്. ബാക്കി മീനുകളെ പിടിക്കുന്നതെല്ലാം നമ്മുടെ പാർട്ട് 2-നകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയ്ക്ക് അത് കാണാം. ഓക്കെ, ബൈ.